ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയിലുള്ള സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെയുള്ള ഈ ഒരു യാത്രയിൽ ഈശോയിൽ സ്വാതന്ത്ര്യമുള്ളവരായി ദൈവമക്കളെന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനുള്ള നമ്മുടെ വിളി അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള നമ്മുടെ പരിശ്രമത്തിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, നമ്മുടെ ജീവിത നിയോഗത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ കണ്ടു. ബൈബിളിൽ എങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് സൗഖ്യം നൽകുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. നമ്മൾ വായിച്ചറിഞ്ഞ നമ്മുടെ ബൈബിളിൽ ഓരോ സൗഖ്യത്തിൻ്റെയും അനുഭവങ്ങൾ, സംഭവങ്ങൾ എടുക്കുമ്പോൾ നമുക്കറിയാം, ദൈവം ഒരു വ്യക്തിയെ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ആ വ്യക്തി ഇന്ന കാര്യത്തിൽ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു ദൈവമല്ല. പിന്നെയോ വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞാനെന്ന വ്യക്തിയെ മൊത്തമായി ഉയർത്തിയെടുക്കുന്ന പുനരുദ്ധാരണത്തിൻ്റെ ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. എന്നെ ശ്രമിക്കുന്ന ഈശോയിൽ പ്രിയമുള്ളവരെ, പക്ഷേ ഈ ഒരു നമ്മുടെ യാത്രയിൽ ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ട കാര്യം സുഖം പ്രാപിക്കണം എന്നുള്ള നമ്മുടെ ആഴമേറിയ അഭിലാഷവും അതിനു വേണ്ടിയുള്ള ദൃഢനിശ്ചയവുമാണ്. നമ്മളെല്ലാവരും സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും മുറിവുകളിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് ഒറ്റയടിക്ക് ഒരാൾ ചോദിച്ചാൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നമ്മൾ യെസ് എന്ന് പറയും. പക്ഷേ ശരിക്കും ആഴങ്ങളിലേക്ക് ഇറങ്ങി നോക്കിയിട്ട് നമ്മൾ ചോദിക്കണം, ശരിക്കും സുഖം പ്രാപിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? വളരെ മനോഹരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സൈദായിലെ രോഗശാന്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. 38 വർഷമായി ആ കുളക്കരയിൽ രോഗസൗഖ്യത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ആ കുളക്കരയിൽ കിടക്കുന്ന തളർവാദ രോഗിയായ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ അടുക്കിലേക്ക് ഈശോ കടന്നു വന്നിട്ട് ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? 6-ാം തിരുവചനം യോഹന്നാൻ 5:6, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് എന്നെ ശ്രവിക്കുന്ന എന്നോടും നിങ്ങളോടുമൊക്കെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഡു യു റിയലി വിഷ് ടു ബി ഹീൽഡ്? പക്ഷെ എന്തുകൊണ്ട് കർത്താവ് ഈ വ്യക്തിയോട് ഈ ഒരു ചോദ്യം ചോദിച്ചു? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ കുഞ്ഞെ? നമ്മൾ ഓരോരുത്തരും ഇന്ന് എന്നോട് ഈശോ ചോദിക്കുന്നതായിട്ട് ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വെറുതെ സുഖപ്പെടുത്തിയിട്ട് കടന്നു പോകുന്നൊരു കർത്താവല്ല. കർത്താവ് എൻ്റെ ജീവിതത്തെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം തിരിച്ചറിയുക, ഈശോ എൻ്റെ ജീവിതത്തിലേക്ക്, ഞാൻ തളർന്നു കിടക്കുന്ന ജീവിത അവസ്ഥകളിലേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവാണ് എനിക്കുള്ളത്. ഈശോ എൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ഈ തളർവാദ രോഗിയുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഈ തളർവാദ രോഗി കുളക്കരയിൽ എത്തിപ്പെട്ടത്? അല്ലേ, സുഖം പ്രാപിക്കാൻ ആഗ്രഹത്തോടെ വന്നിട്ട് എന്തുകൊണ്ട് അവന് കുളത്തിൽ ഇറങ്ങാൻ പറ്റാതെ പോയത്? നമുക്കറിയാം, അവരുടെ പാരമ്പര്യം അനുസരിച്ച് കുളം ഇളകി കഴിയുമ്പോൾ ആദ്യം ഇറങ്ങുന്നയാൾ സുഖം പ്രാപിക്കും. പക്ഷെ എന്നിട്ട് 38 വർഷമായിട്ട് ഇയാൾക്ക് എന്തുകൊണ്ട് ആ കുളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല? നമ്മുടെ ഉള്ളിലുള്ള ഭയങ്കരമായൊരു സംശയം, നമ്മുടെ ഉള്ളിൽ പിശാച് വിതയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടേതായ ബലഹീനതകൾ തന്നെ നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ശരിക്കും സുഖപ്പെടുവോ? എന്തേലും ചാൻസ് ഉണ്ടോ? തളർവാദ രോഗിയാണ്, തളർന്നു കിടക്കുന്ന ഒരാളാണ്. ഈ കുളത്തിൽ ഇറങ്ങിയിട്ട് സുഖപ്പെട്ടില്ലെങ്കിലോ താഴെ പോകില്ലേ? ആ വ്യക്തിയെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്താണ്? ഈ വ്യക്തിയുടെ ചിന്ത ആ കുളക്കരയിൽ എത്തുമ്പോൾ സുഖം പ്രാപിക്കണം, എനിക്ക് സുഖപ്പെടണം എന്നുള്ള ശക്തമായൊരു ആഗ്രഹത്തോടെ വന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും സുഖം പ്രാപിക്കണം എന്നുള്ള തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി കുളത്തിലിറങ്ങണം എന്നുള്ളതായി ആ വ്യക്തിയുടെ ലക്ഷ്യം. ഇവിടെയുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും മാർഗങ്ങൾ ലക്ഷ്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും ലക്ഷ്യം എന്തായിരിക്കണം? അത് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കണം, എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കണം. ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന മകൻ, ദൈവത്തിൻ്റെ മകൾ എന്ന ഒരു ജീവിത നിയോഗം പൂർത്തീകരിക്കാൻ തക്കവണ്ണം എന്നെ ഉതകുന്നതാക്കണം, എന്നെ പ്രാപ്തനാക്കുന്നതും പ്രാപ്തിയാക്കുന്നതുമായിട്ട് മാറണം. പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഞാൻ ശ്രദ്ധിച്ചാലോ, ദൈവത്തിലേക്ക് അടുക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും മനോഹരമായിട്ട് ചെയ്യണം എന്നുള്ളതായി പോവുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് സംഭവിച്ചതും ഇതേ മിസ്റ്റേക്കാണ്. കുളത്തിലേക്ക് ഇറങ്ങിയാൽ സുഖപ്പെടും, എനിക്ക് ആ സൗഖ്യം വേണം എന്നുള്ള ചിന്തയിൽ നിന്ന് കുളത്തിലിറങ്ങണം എന്നുള്ളതായി ആ വ്യക്തിയുടെ പ്രയോറിറ്റി. അപ്പോൾ ഈശോ ചോദിച്ചപ്പോഴും ഈശോ വ്യക്തിയോട് ചോദിച്ചത്, കുട്ടാ നിനക്ക് കുളത്തിലിറങ്ങാൻ താല്പര്യമുണ്ടോ? മോനെ, നിന്നെ ഞാൻ കുളത്തിലേക്ക് ഇറക്കട്ടെ എന്നല്ല. ഈശോ ചോദിച്ചത്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, കർത്താവെ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും.
എനിക്ക് വെള്ളത്തിലിറങ്ങിയാലാണ് സുഖം കിട്ടുന്നത്, ആ വെള്ളത്തിലിറങ്ങുന്നതാണ് പ്രധാനം എന്ന് ആ വ്യക്തി ചിന്തിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചിരുന്നു, നമ്മൾ ധ്യാനിച്ചിരുന്നു, എനിക്ക് സൗഖ്യം തരുന്നത് കർത്താവാണ്. മാർഗങ്ങളല്ല എന്നെ സുഖപ്പെടുത്തുന്നത്, സൗഖ്യം തരുന്നത് കർത്താവാണ്. പലപ്പോഴും നമ്മൾ മാർഗങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ്. എൻ്റെ ചില ഭക്തമാർഗങ്ങൾ, അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ ചെന്നാൽ എനിക്ക് സൗഖ്യം കിട്ടും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കാരം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോഴും എവിടെ നിന്നാണ് എനിക്ക് അനുഗ്രഹങ്ങൾ വരുന്നത്, ആരാണ് എൻ്റെ ജീവിതത്തെ സുഖപ്പെടുത്തുന്നത് എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ സത്യം നമ്മൾ മറന്നു പോവുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിച്ച് ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം ഇതാണ്: എന്നെ സുഖപ്പെടുത്തുന്നത് കർത്താവാണ്. എന്നെ എല്ലാ സൗഖ്യവും കർത്താവിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ! എല്ലാ സൗഖ്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവാണ് സൗഖ്യം നൽകുന്നത്. എൻ്റെ അടുത്തൊരു വ്യക്തി ഒന്ന്, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ സുഖപ്പെട്ടുകൊള്ളും എന്ന് പറയുന്നിടത്ത് ഞാനും മനസ്സിലാക്കണം, എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിയും മനസ്സിലാക്കണം, സൗഖ്യം തരുന്നത് അച്ഛനല്ല. അച്ഛൻ്റെ അടുത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ വരുന്നത് ഞാൻ വളരെ നല്ല മനുഷ്യനായതുകൊണ്ടൊന്നുമല്ല. അതിനേക്കാൾ ഉപരി ഒരുപക്ഷെ ഞാനൊരു വൈദികനായതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി കണ്ടിട്ടോ ഒക്കെ എൻ്റെ അടുത്ത് വന്നേക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി എന്നിലെ പൗരോഹിത്യത്തിൻ്റെ ആ കൂദാശയുടെ മഹത്വവും അധികാരവും വ്യക്തിക്കറിയാം. ഇനി ഇതെവിടെ നിന്ന് വരുന്നു? ഇതും വരുന്നത് കർത്താവിൽ നിന്നാണ്. ഇപ്പം ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കഴിവിൽ നിന്നല്ല ഞാൻ ആ വ്യക്തിക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ അധികാരത്തിൽ, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സൗഖ്യം ആ വ്യക്തിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കണം, സൗഖ്യം തരുന്നത് കർത്താവാണ്, അനുഗ്രഹങ്ങൾ തരുന്നത് കർത്താവാണ്. എൻ്റെ ജീവിതത്തെ സ്പർശിച്ച് എൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കുന്നത്, പുനരുദ്ധരിക്കുന്നത് കർത്താവാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ വീണ്ടും ആഴമേറിയ ചോദ്യം ഇതാണ്: ഏത് ലെവലിൽ നിനക്ക് സുഖപ്പെടണം? രണ്ട് തരത്തിലുള്ള സൗഖ്യം കൊടുക്കുന്നത് നമുക്ക് കാണാം. ഒന്ന്, കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നവരുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ, കുഷ്ഠരോഗിയെ പോലെ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളവർ തങ്ങളുടെ എല്ലാ കറേജും, എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇനി തൻ്റെ അടുത്തേക്ക് വരാൻ കഴിവില്ലാത്തവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന കർത്താവിനെ നമുക്ക് കാണാം. എന്നെ എപ്പോഴും സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കർത്താവ്, എനിക്ക് സൗഖ്യം തരാനുള്ള എല്ലാ മാർഗങ്ങളിലും എന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്താണ്? കോഓപ്പറേഷൻ, സഹകരണം. അതുകൊണ്ട് ഈശോ ചോദിച്ചത്, ബർത്തമ്യൂസിനോട് ചോദിച്ചു. ബർത്തമ്യൂസ് തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. അവൻ പ്രാർത്ഥിക്കുന്നത്, ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ട് കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അവനോട് ചോദിച്ചു. ഈ കുഷ്ഠരോഗിയോട് ചോദിച്ചു, ഞാൻ നിന്നെ സുഖപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു, നീ സുഖപ്പെട്ടോ? തളർവാദ രോഗിയോട് ചോദിച്ചു, സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഇനി കർത്താവ് തരുന്ന സൗഖ്യം 100%. ഞാനെന്ന വ്യക്തിയെ എനിക്ക് നഷ്ടപ്പെട്ട ജീവിത മഹത്വത്തിലേക്ക് വീണ്ടെടുക്കുന്ന ഒരു കർത്താവാണ് പ്രിയമുള്ളവരെ എനിക്കുള്ളത്. ആ കർത്താവ് എന്നോട് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഉടനെ പറയും, സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. വിശുദ്ധനാകാൻ താല്പര്യമുണ്ടോ? കാരണം കർത്താവ് എൻ്റെ ശാരീരികമായ സൗഖ്യത്തിൽ മാത്രം നിൽക്കുന്നൊരു കർത്താവല്ല. എൻ്റെ പിതാവ് അവിടുത്തെ മകനായി സൃഷ്ടിച്ചെങ്കിൽ ആ പൂർണ്ണ മഹത്വത്തിൽ ഞാൻ ജീവിക്കാൻ തക്കവണ്ണം, ദൈവം പരിശുദ്ധനാണെങ്കിൽ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധിയിൽ ജീവിക്കാനാണ്. കാരണം ആ ദൈവത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നിനക്ക് പരിശുദ്ധനാകണ്ടേ? അയ്യോ കർത്താവേ, അത് പറ്റത്തില്ല കേട്ടോ, ഇച്ചിരി പാടാ, അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? നിനക്ക് വിശുദ്ധനാകണ്ടേ? ആ സൗഖ്യം എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ ശാരീരികമായ സൗഖ്യം കിട്ടിയാൽ മതി. എനിക്ക് ചില കംഫർട്ടുകൾ, എനിക്ക് ചില സുഖങ്ങൾ കിട്ടിയാൽ മതി, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയാൽ മതി. അതിനപ്പുറത്തേക്കുള്ളൊരു സൗഖ്യത്തിലേക്ക് കടന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. വീണ്ടും ഈ തളർവാദ രോഗിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ താനായിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തി അഡ്ജസ്റ്റഡായി, അഡാപ്റ്റഡായി എന്നൊരു ചിന്തയും കൂടി നമ്മൾ എടുക്കണം. എനിക്ക് കിട്ടുന്ന എൻ്റെ ഈ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ഒരു ദുരിതത്തിൽ, എൻ്റെ വേദനയിൽ എനിക്ക് ഓർത്ത് കരയാനും എനിക്ക് ചില പരിതപിക്കാനും ഒക്കെ ഈ ഒരു വേദനയൊക്കെ നല്ലതാണ്. ഇതും കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ഇല്ല, പിടിവള്ളിയായിട്ടെന്ന് ചിന്തിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഒരു നെഗറ്റീവ് പ്ലഷറിലോട്ട് നമ്മൾ കടന്നു പോകുക. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതത്തിൻ്റെ വേദനകളുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ദുരിത മേഖലകളുണ്ട്. ഒരുപക്ഷെ സഹതാപം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന് മുൻപിൽ വിലപേശാൻ, ദൈവത്തോട് ആർഗ്യൂ ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ഒരു തുറുപ്പ് ചീട്ട് കയ്യിൽ കരുതുന്നത് പോലെ കരുതി വയ്ക്കുക. എൻ്റെ ഈ ഒരു ജീവിതാവസ്ഥയെ വിട്ടുകളഞ്ഞാൽ പിന്നെ ഞാൻ നന്നാവണമല്ലോ, ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടു, എന്നെ അനുഗ്രഹിച്ചു, ഇനി എനിക്ക് എന്നാ പറയാനുള്ളത്? എന്നെ ഈശോ സുഖപ്പെടുത്തിയില്ലേ, അപ്പോൾ ദൈവം ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരും.
ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കേണ്ടി വരും, വിശുദ്ധിയിൽ ഞാൻ നടക്കേണ്ടി വരും. ദൈവം എനിക്ക് വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ എൻ്റെ ജീവിതം മാറണം. ആ ഒരു മാറ്റം എനിക്ക് ബുദ്ധിമുട്ടാണ്. പ്രിയമുള്ളവരെ, സൗഖ്യം എന്ന് പറയുന്നതിൻ്റെ ആഴമേറിയ അർത്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കറിയാം, സൗഖ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫെവിക്വിക്ക് വെച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് വിടുന്നത് പോലെ, ഒട്ടിച്ചു വിടുന്നത് പോലെ ഒരു ഒട്ടിച്ചു വിടലല്ല. നമ്മുടെ പാപങ്ങളൊക്കെ ഒക്കെ മാറ്റി ഒന്ന് മാനേജ് ചെയ്യലല്ല സൗഖ്യം. പിന്നെയോ, സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്താൽ കാണപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ആഴമേറിയ ബോധ്യത്തിലേക്കുള്ളൊരു ജീവിത നവീകരണമാണ്. ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാനും, ദൈവം എന്നെ കാണുന്നത് പോലെ കാണാനും, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുവാനുമുള്ള നമ്മുടെ ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ആന്തരികമായ നമ്മുടെ ഒരു സൗഖ്യം. പക്ഷെ ആ ഒരു മാറ്റത്തിന് പലരും തയ്യാറാകാത്തതാണ് ദൈവം എനിക്ക് ആഗ്രഹിക്കുന്ന സൗഖ്യത്തെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. നിനക്കൊരു ലക്ഷപ്രഭു, ഒരു കോടീശ്വരനാകണോ, എനിക്കിപ്പോൾ ആകണം. നീ അതിനുവേണ്ടി ജോലി ചെയ്യാൻ തയ്യാറാണോ? കഷ്ടപ്പെടാൻ തയ്യാറാണോ? ചിലപ്പോൾ പറയും കഷ്ടപ്പെടാൻ തയ്യാറാണ്, ചിലർ പറയും കഷ്ടപ്പാടില്ലാതെ കിട്ടുമോ? നിനക്ക് വിശുദ്ധനാകണോ? വിശുദ്ധനാകാൻ റെഡിയാണ്. പക്ഷെ അതിനുവേണ്ടി നിന്നെ സ്വയം പരിത്യജിച്ച്, അല്ലേ, ലൂക്ക 9:23, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കുക. അയ്യോ, അത് ഇച്ചിരി പാടാ. ഷോയെ എന്നിലേക്ക് എളിമ ഇങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഒരു ക്ഷമ, അല്ലെങ്കിൽ എന്നിലുള്ള വിശുദ്ധി ഇങ്ങനെ ഒരു ക്യാപ്സ്യൂളായിട്ട്, ഒരു പില്ലായിട്ട് ഇങ്ങനെ തരായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചങ്ങോട്ട് വിശുദ്ധനാകാമായിരുന്നു. പ്രിയമുള്ളവർ, നമ്മളെപ്പോഴും ഷോർട്ട് കട്ടുകൾ ആഗ്രഹിക്കുക. ഈ തളർവാദ രോഗിയും ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന്. പക്ഷെ അതിനു വേണ്ടി താൻ അള്ളിപ്പിടിച്ചു വെച്ചിരിക്കുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളെ വിട്ടുകളയാൻ, ഞാൻ ഈ കൊളക്കരയിൽ കിടന്ന് ഇത്രയും നാൾ അഡ്ജസ്റ്റ് ആയി, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇനി അങ്ങ് മുന്നോട്ട് പോകാം, ഇനിയൊരു മാറ്റമൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇനി ഞാൻ എന്നാ മാറാനാ, 10-38 വർഷമായില്ലേ, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല, ഒരു പ്രതീക്ഷയില്ല, ഇനി ഞാൻ മാറിയിട്ട് എന്നാ കിട്ടാനാ തുടങ്ങിയ ഒരു ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ഒരു നൈരാശ്യത്തിൻ്റെ, ഹതഭാഗ്യത്തിൻ്റെ, അല്ലെങ്കിൽ പൂർണ്ണമായും പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ കുടുങ്ങിപ്പോകുന്നൊരു വ്യക്തിയായിട്ട് ഈ മനുഷ്യൻ മാറുക. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് ആ വ്യക്തിയോട് ചോദിച്ചത്, നിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹത്തെ തീവ്ര അഭിലാഷമായിട്ട് മാറ്റണം. ഈ തീവ്രമായ അഭിലാഷത്തിനെ നമ്മുടെ ഉള്ളിലുള്ള ദൃഢനിശ്ചയമായിട്ട് മാറ്റണം. എനിക്ക് യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി, എനിക്ക് സുഖം പ്രാപിക്കണം ഈശോയെ, ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്, എന്ത് മാറ്റത്തിനും ഞാൻ തയ്യാറാണ്. ആ ഒരു ദൃഢനിശ്ചയം പ്രിയമുള്ളത് എൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരണം. ഈശോ ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ പനി മാറണോ, അല്ലെങ്കിൽ നിന്റെ കാലുവേദന മാറണോ, നിന്റെ ക്യാൻസർ മാറണോ, അല്ലെങ്കിൽ നിനക്ക് തടസ്സം മാറണോ, നിനക്ക് അത് ചെയ്യണമെന്നല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. നീ അതിൻ്റെ ഫുൾനെസ് 100% അതെന്താണ്? ദൈവത്തെ പോലെ ആ ഒരു പരിശുദ്ധിയിലേക്ക് വളരുക. എന്നെ ശ്രമിക്കുന്ന ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ഒരു വ്യക്തിയെ ഈശോ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സുഖപ്പെടുത്തുമ്പോൾ ഈശോ ചോദിക്കുന്ന അതേ ചോദ്യം ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ കൃപ എന്നിലേക്ക് ഇങ്ങനെ ഒഴുകിയിറങ്ങണമെന്നല്ല, ആ കൃപ നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും എന്നൊരു ദൃഢനിശ്ചയം പ്രിയമുള്ളവരെ ഇന്ന് നമ്മളിൽ ഉണ്ടാവണം. പലപ്പോഴും ഇതിൻ്റെ ഈ ഒരു യാത്രയിൽ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. കാരണം മാറ്റം ഒരിക്കലും എളുപ്പമല്ല. നമ്മൾ ജീവിതത്തിൽ നമ്മൾ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു വരണം. ഞാൻ എന്നെ സ്വയം പരിത്യജിക്കുന്നിടത്ത് ദൈവത്തോട് സഹകരിക്കാൻ ഞാൻ എൻ്റെ താല്പര്യങ്ങൾ ശരിയെന്ന് കരുതിയതും ഇത് മതിയെന്ന് കരുതിയതും അതിനൊക്കെ തോട് പൊട്ടിച്ച് പുറത്തു വരാൻ നമുക്ക് പറ്റണം. പ്രിയമുള്ളവരെ, ഈ സൗഖ്യത്തിൻ്റെ നമ്മുടെ യാത്രയിൽ ഇത് സംഭവിച്ചിട്ടില്ല എന്ന് കരുതലല്ല, ഇത് മതി എന്ന് പറഞ്ഞ് വേണ്ടാന്ന് വെക്കലല്ല. നമ്മൾ മിനിമൈസ് ചെയ്യണം. സാരമില്ല, പോട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു പകുതി വഴിക്കുള്ളൊരു ഉപേക്ഷയല്ല നമ്മുടെ ഈ ഒരു സൗഖ്യത്തിൻ്റെ ജേർണി. പിന്നെയോ കണ്ടെത്തി ഇങ്ങനെ എല്ലാത്തിനെയും വെടിവെച്ച് ഇങ്ങനെ നമ്മൾ തീർക്കുന്ന ഒരു ജീവിതയാത്രയില്ല. പിന്നെയോ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളെയും വേദനകളോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ വരിക. എൻ്റെ എല്ലാ മുറിവുകളോടും കൂടെ ദൈവം എന്നെ കാണാൻ അനുവദിക്കുക. ആ ദൈവം എന്നെ എല്ലാ മുറിവുകളോടും വേദനകളോടും കൂടി കാണുമ്പോൾ ആ ദൈവം എന്നെ തൊടാൻ അനുവദിക്കുക. ഈശോ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കാണാൻ ഈശോയെ അനുവദിക്കുക. പ്രിയമുള്ളവർ, നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന മുറിവുകളോടുകൂടെ അതിനെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈശോയ്ക്ക് അറിയാമല്ലോ. അതോടുകൂടി ഈശോ അടുത്തേക്ക് ചെല്ലാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം, ഈശോ നീ എന്നെ തൊടണം, അതിന് ഞാൻ എന്തും ചെയ്യാം, ഞാൻ റെഡിയാണ് ചെയ്യാൻ, ഞാൻ മാറും കർത്താവേ. എനിക്ക് സുഖം തരുന്ന, കംഫർട്ട് തരുന്ന, പോപ്പുലാരിറ്റി തരുന്ന പല കാര്യങ്ങളുണ്ട്, അതിനൊക്കെ വേണ്ടെന്ന് വെക്കാൻ ഞാൻ റെഡിയാണ്. വെറുതെ ചെറിയൊരു സൗഖ്യമല്ല, ആ ഒരു പരിശുദ്ധിയിലേക്ക് വളരാൻ, വിശുദ്ധിയിലേക്ക് വളരാൻ, ആഴപ്പെടാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണം.
കർത്താവ്, നീ ആഗ്രഹിക്കുന്ന സൗഖ്യം, നീ ആഗ്രഹിക്കുന്ന വിശുദ്ധി, അതിനുവേണ്ടി അവിടുത്തെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ സഹകരിക്കാൻ കർത്താവേ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഈ ഒരു ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുനാഥ വാവാ സ്നേഹനാഥ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ വാവാ യേശുനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ, ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഞങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ഞങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു. കർത്താവെ, സർവ്വ സൃഷ്ടജാലങ്ങളോടും ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി. ഈ അപ്പത്തിൻ്റെ രൂപത്തിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്നുണ്ടല്ലോ. ഈശോയെ, അവിടുത്തെ എല്ലാ സ്നേഹത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ആരാധനയുടെ നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ പല വിചാരങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് സമയം മുട്ടിന്മേലായിരിക്കാം. ഈശോയോട് കൂടി ആയിരിക്കുന്ന ഈ ഒരു നിമിഷം ഞാനും എൻ്റെ ഈശോയും മാത്രം, ഞാൻ എൻ്റെ ഈശോയും മാത്രം, മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ആകുലപ്പെടാതിരിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ നിമിഷം ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന കർത്താവ് എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മകനെ, മകളെ, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഉത്തരം കിട്ടാത്ത ഒത്തിരിയേറെ ചോദ്യങ്ങളുണ്ട്. എത്രയോ നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോ നമ്മോട് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ നിമിഷം ഈശോ നമ്മുടെ കണ്ണിലേക്ക് നോക്കുകയാണ്. ഈശോയുടെ ആ കണ്ണിലേക്ക് നോക്കി നമുക്കും പറയാൻ പറ്റും, ഈശോയെ, എനിക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. ഈശോ, എനിക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. ഈശോ പറയാണ്, സൗഖ്യമെന്ന് പറയുന്നത് വെറും ഒരു നിമിഷത്തെ ഒരു സംഭവമല്ല. പിന്നെയോ സൗഖ്യമെന്ന് പറയുന്നത് ഒരു യാത്രയുടെ തുടക്കമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഈശോ നമ്മളെ വിളിക്കുകയാണ്. ആ സൗഖ്യം എന്നെ വിശുദ്ധിയിലേക്ക് എത്തിക്കാനുള്ളതാണ്. ഈശോ എന്നോട് ശരിക്കും ചോദിക്കുന്ന ചോദ്യം എന്താണ്? വിശുദ്ധനാകാൻ, വിശുദ്ധയാകാൻ, പരിശുദ്ധിയിൽ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നീ റെഡിയാണോ? സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും ഈശോ ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും സുഖം പ്രാപിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളുടെ മാർഗങ്ങളെ ഞങ്ങൾ പലപ്പോഴും ഫോക്കസ് ചെയ്ത് ഞങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അത് ചെയ്താൽ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടും, ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ സൗഖ്യം കിട്ടും,
എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടുന്നില്ല, എന്തുകൊണ്ട് അവിടെ പോയിട്ട് സൗഖ്യം കിട്ടുന്നില്ല, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു, ഇത്രയൊക്കെ നോമ്പെടുത്തു, ഇത്രയൊക്കെ പല കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലോ ഈശോയെ, എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടുന്നില്ല എന്നുള്ള ചിന്തയിലാണ് കർത്താവെ പലപ്പോഴും ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളുടെ ആഴത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്, എല്ലാ സൗഖ്യവും കർത്താവിൽ നിന്നാണല്ലോ കർത്താവെ വരുന്നത്. ഈശോയെ, അങ്ങാണ് എല്ലാ സൗഖ്യവും ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ പരിത്യാഗങ്ങളും ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ആ ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമല്ലോ. പലപ്പോഴും അങ്ങാണ് സൗഖ്യം തരുന്നതെന്നും അങ്ങിലാണ് സൗഖ്യമെന്ന് പലപ്പോഴും ഈശോയെ ഞങ്ങൾ മറന്നുപോകും. അങ്ങയുടെ സന്നദ്ധിയിൽ ആരാധനയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈശോയെ, ഞങ്ങൾ ഈ നിമിഷം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പറയുന്നു, ഈശോയെ എനിക്ക് സുഖം പ്രാപിക്കണം. ആ സുഖം പ്രാപിക്കാനായിട്ട് എന്ത് ത്യാഗം എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈശോ എന്നെ സുഖപ്പെടുത്തുമ്പോൾ കർത്താവ് ഈശോയുടെ മുൻപിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പൊട്ടിയ ഞുറുങ്ങിയ കർത്താവ് ഒരുപക്ഷെ ദുർഗന്ധം വമിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ അവിടുത്തെ മുൻപിൽ വരാൻ ഞാൻ തയ്യാറാകണം. ഈശോയെ, ഞാൻ തയ്യാറാകും. കർത്താവെ, അങ്ങയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ളൊരു കരുത്ത് എനിക്ക് വേണ്ടി വരും. ഈശോയെ, ഞാനതിന് റെഡിയാണ്. ഈശോയെ, അവിടെ നിന്ന് എനിക്ക് സൗഖ്യം തരുമ്പോൾ എൻ്റെ ജീവിതം ഒത്തിരി മാറ്റത്തിലൂടെ കടന്നു പോകും. ഈശോയെ, ആ മാറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കർത്താവെ, എൻ്റെ ആഗ്രഹത്തെ തീവ്രമായ ഒരു അഭിലാഷമായിട്ട്, ആ അഭിലാഷത്തെ അതിലും ദൃഢമായൊരു നിശ്ചയമായിട്ട് ഈശോയെ നീ മാറ്റിത്തരണമേ. ഈശോയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സൗഖ്യം എന്തെന്ന് നമ്മൾ കണ്ടു. സൗഖ്യമെന്ന് പറയുന്നത് ദൈവം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കാണാനും എന്നെ തൊടാനും ഞാൻ കൊണ്ടുചെന്ന് നിർത്തുക, അനുവദിക്കുക എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വേദനകളിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കാണുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുവാൻ ഞാൻ വിട്ടുതരിക എന്നുള്ളതും കൂടിയാണല്ലോ. പാപത്തിൻ്റെ സുഖങ്ങളെയും പാപം തരുന്ന പല കംഫർട്ടുകളെയും നേട്ടങ്ങളെയും പാപത്തിൻ്റേതായ എല്ലാ വാഗ്ദാനങ്ങളെയും ഈശോയെ ദൂരെ എറിയാൻ ഞാൻ തയ്യാറാവുകയാണ്. അവയെ മുറുകെ പിടിച്ചുകൊണ്ട് സൗഖ്യത്തിലേക്ക് നടന്നെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ കുളക്കരയിൽ കിടന്ന് കിട്ടുന്ന സഹതാപങ്ങളും അല്ലെങ്കിൽ കുളക്കരയിൽ കിടക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു പക്ഷേ സഹതാപത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭൂതികൾ, ഒരു പക്ഷേ അവർ തരുന്ന തുച്ഛമായ ചില ഭിക്ഷകൾ, ഇതിലൊക്കെ കുരുങ്ങിക്കിടന്ന ആ വ്യക്തിയെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരികയാണല്ലോ ഈശോ. അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖം നിറഞ്ഞ പരിതാപകരമായ അവസ്ഥയിൽ എനിക്ക് കിട്ടുന്ന കർത്താവെ സുഖങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പരിഗണനകളൊക്കെ ഞാൻ മാറ്റി നിർത്താൻ റെഡിയാവുകയാണ്. ഈശോയെ അവിടുന്ന് ആശ്രയിച്ചുകൊണ്ട് എൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഈ നിമിഷം നിങ്ങളെ എവിടെ തൊടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മേഖല ഈശോയ്ക്ക് കൊടുക്കാം. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഭിക്കുന്ന കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ കിട്ടാൻ പ്രാർത്ഥിക്കാം. ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ധൈര്യം സംഭരിക്കുവാൻ വേണ്ട സാഹചര്യങ്ങളെയാണ് കർത്താവ് ഒരുക്കുന്നത്. ക്ഷമ വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിനക്ക് ക്ഷമിക്കാനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി തരും. കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ആഴപ്പെടണമെന്ന്, ആ സ്നേഹബന്ധങ്ങളെ വീണ്ടെടുക്കണമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കർത്താവ് നിനക്ക് തരും. ആ ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകളെ തുറക്കാൻ ഈശോയുടെ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ഈ ജീവിത മേഖലകളിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആ ഒരു തയ്യാറെടുപ്പ്, ആ ഒരു ഒരുക്കം, ആ ഒരു ആഗ്രഹം ഈശോയോട് നമുക്ക് പറയാം. ഈശോ ആ ഒരു സൗഖ്യത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാനതിന് തയ്യാറാണ്. ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരും. അതിനു വേണ്ട ഡിസിപ്ലിൻ, അതിനു വേണ്ട ത്യാഗങ്ങൾ എടുക്കാൻ ഞാൻ തയ്യാറാകും. ഈശോ അതിന് കരുത്തെനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഈശോ നിങ്ങളുടെ ആഗ്രഹത്തെ, നിങ്ങളുടെ അഭിലാഷത്തെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. ആയിരിക്കുന്ന ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് കരങ്ങളെ രണ്ടും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ഈശോ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലേക്കും അവിടുത്തെ ആശീർവാദം ഒഴുക്കുവാൻ, നമ്മളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം.
ആരാ